ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. ഇന്നലെ പിന്നെ രാവിലെ എനിക്ക് ദിച്ചുട്ടീനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ വേഗം ഊണൊക്കെ കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലത്തെ എല്ലാ പണികളും കഴിയാനും പറ്റി, ഫുഡ് കഴിക്കാനും പറ്റി, എല്ലാത്തിനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ വൈകുന്നേരം ഞാൻ എന്തായാലും സിബിൻ കടി മേടിച്ചിട്ട് വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ വിശപ്പുണ്ടായിരുന്നില്ല. സിബിൻ പിന്നെ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്ത് പോയി. കുറച്ച് ലേറ്റ് ആവും ചിലപ്പോൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ പോയിക്കൊള്ളാനായിട്ട് പറയും ചെയ്തു, അവൻ പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ 10 മണി കഴിഞ്ഞിട്ട് ആളെ കാണാനുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടിരുന്നു. കാരണം എനിക്കൊന്ന് ടോയ്ലറ്റ് പോകണമായിരുന്നു കേട്ടോ. രാത്രി ഞാൻ മേലെ കഴിയിട്ടുണ്ടായില്ല, ടോയ്ലറ്റും പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഒറ്റ വീട്ടിൽ വിളിച്ചാൽ എല്ലാവരും കടന്നിരിക്കുന്നു കേട്ടോ. അവനാണെങ്കിൽ നമുക്ക് അടുത്തുള്ള വീടുകളിൽ ഏൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ആളുകളുണ്ട്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഫോണിലുള്ള സംസാരം കേട്ടിരുന്നതാട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണീനെ എടുക്കാനായിട്ട് പറയാൻ വേണ്ടി പോകുമ്പോൾ എണീക്കുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവർ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ കുട്ടിയെ കൊണ്ട് പുറത്തിരിക്കുക. അപ്പോൾ എണീക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വിളിച്ചാണ് കിട്ടുക. ഉറക്കം നടിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ തറവാട്ടിക്ക് വിളിച്ചു, വേഗം അനിയൻ വന്നു കേട്ടോ. അവിടെ പിന്നെ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വന്നു. ഞാൻ അവൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പിന്നെ ടോയ്ലറ്റ് പോകുന്നത്, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോഴേക്കൊക്കെ സമയം കുറച്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി എടുത്ത് അവൻ അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല കേട്ടോ. കുറേ പേര് ചോദിക്കും നമ്മൾ എന്താ ഏത് സമയം വീട്ടിൽ പോയിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് വീട്ടിൽ പോയിരിക്കുന്നത്. നമുക്കൊരു ആവശ്യത്തിന് ഒരാളും ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ടോയ്ലറ്റ് പുറത്ത് വിശാലമായിട്ടുള്ള ടോയ്ലറ്റ് ഒന്നുമല്ല, ഒരു കുഞ്ഞു ടോയ്ലറ്റ്. അതിൽ എങ്ങനെ ഞാൻ കുട്ടിയെ കൊണ്ട് പോയിരിക്കും? അങ്ങനെ പോയിരിക്കാനും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാനിത് പറയുന്നത്. ഇത് എല്ലാ ഫാമിലിയും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. കാരണം നെഗറ്റീവ് പറയുന്നവരോട് ഞാൻ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് സിബിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അധികം നേരം ആയിട്ടുണ്ടായിരുന്നു. സിബിൻ വന്നിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുമ്പോഴേക്കും സിബിൻ കഴിക്കാതെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. ഒരു ഈദ് സ്പെഷ്യൽ ഉണ്ടായിരുന്നു. ഇത് പിന്നെ അവിടെ നിന്ന് ചേട്ടന്മാരാക്കി കൊടുത്താട്ടോ.